തരും. ഇതൊരു ചെറിയ കൈത്തോടാണ്. കൈത്തോട് അത് കെട്ടി നിർത്തിയിട്ട് ബാക്കിയുള്ള ഭാഗം വറ്റിച്ചിട്ട് മീൻ പിടിക്കുകയാണ്. നമുക്ക് നോക്കുമല്ലോ എങ്ങനെ പിടിക്കണമെന്നൊക്കെ. അതിലുണ്ടും വലിയ മീനുകളൊന്നും ഉണ്ടാവില്ലല്ലോ. ചെറിയ മീനുകളും പിന്നെ കുറേ ഞണ്ടും പാറഞ്ഞണ്ടൊക്കെ ഉണ്ടാവും പറഞ്ഞു. ഒരു പണി തുടങ്ങി കേട്ടോ. ആ വെള്ളം ഇതിൽ കൂടെ തിരിച്ചു വിടുക. ആ അപ്പോൾ താഴേക്കുള്ള വെള്ളം പറ്റില്ലേ? ആ അതിൽ ആ തോട് വരുന്നത് നേരെ ആയിക്കൂടെ അങ്ങനെ ഒഴുകി പോണത്. അതുപോലെ നേരെ ഇവിടെ കളച്ചിട്ട് ഇതിൽ കൂടെ അങ്ങോട്ട് മാറ്റും. അപ്പോൾ വെള്ളം പിന്നെ ഇതിൽ കൂടെ ആവുമല്ലോ ഒഴിക്കണത്. അപ്പോൾ താഴെക്കൂടെ ഉള്ളത് ആ മീനുകളങ്ങനെ കൈ കൊണ്ട് പിടിക്കാന്നാണ് പറയുന്നത്. നല്ല സ്പോട്ടാണല്ലോ. നിങ്ങൾ മുമ്പ് നോക്കി വെച്ചിനിയോ? ഇന്നലെ വന്ന് നോക്കിയോ? ഇതിൽ ചൂണ്ടിട്ട് നോക്കിയോ? അപ്പൊ മീനുണ്ട്. കല്ലാങ്കാരിയൊക്കെ ഉണ്ടാവോ? കരുതല മാത്രമേ ഉള്ളൂ. പറഞ്ഞിട്ടല്ലേ? സൗണ്ട് പിന്നെ ഇങ്ങോട്ട് നല്ലൊരു കെട്ടണ്ട വാ. കാരണം പാട് പിന്നെ ആടെ കൂടിക്കൊണ്ടു. ഇവിടെ തന്നെ ഒരു പ്രാർത്ഥിക്കുന്ന സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞത്. ആ മരം കാണില്ല. അതാരാ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതാ? അത് നമുക്ക് എല്ലാവർക്കും ഒരു ഇവിടെ മേലൊരു അമ്പലമുണ്ട്. ചായത്തോട്ടത്തിന് മേലെ നമ്മളിവിടെ പാടില്ലേ, അവരിവിടെ കൊണ്ട് നടക്കാനാണ്. ഇവിടെ ഇടയ്ക്കൊക്കെ വന്നിട്ട് മുട്ടപ്പാല് ഒക്കെ വെക്കും. ആ മരത്തിന്റെ ചോട്ടിലോ? അതെന്ത് പാലമരം? എന്ത് വിലയാണ് അത്? പാലമരം. പാലമരം അല്ലേ? അതുകൊണ്ട് ഭയങ്കര ദൈവത്തിനൊരു ഇതാണ്. എന്ത്? ഭയങ്കര ഭക്തിയാണ്. അതെ. പല സാധനം ഒന്നും അർത്ഥം കിട്ടാൻ പറ്റില്ല. എന്ത് ഒരു സാധനം നമ്മൾ എതിർത്ത് വരാൻ പറ്റില്ല. മറ്റേ അങ്ങനെ എന്താ സ്ഥലം മാറ്റിയോ? മേലെ പറ്റൂലല്ലേ? മേലെ നമ്മൾ അവിടെ കെട്ടാനാണ് നോക്കിന് എത്ര നേരം. അത് അവിടെ വെള്ളം നിൽക്കില്ല, പാറകളുണ്ടായതുകൊണ്ട് ഒരു സ്ഥലം മാറ്റി പിടിച്ചിരുന്നു. ഇവിടെ ബ്ലോക്ക് ഇടാനുള്ള പ്ലാനാണ്. നേരത്തെ നോക്കിയതാ കുറച്ച് മേലെയാണ്. അതിലങ്ങനെ തിരിച്ചു വിടാന്ന് വെച്ചു. പക്ഷെ അവിടെ വെള്ളം നിൽക്കില്ല. കുത്തണ്ടാ തണുപ്പെങ്ങനെ കിടക്കൂല്ലേ?
നല്ല റിസ്ക് പരിപാടി കേട്ടോ. കുറേ നേരമായാലും അടുത്ത് നിർത്തിയിട്ട് ഇതുവരെ നിൽക്കില്ല. ഇപ്പോൾ കുറേ ശരിയിൽ വെള്ളം പോയി തുടങ്ങിയത്. അവിടെ നല്ല സൈസ് സാധനം കേട്ടോ. ഞണ്ടിനെ പിടിച്ചു തുടങ്ങി കേട്ടോ. ഇത് അടിപൊളി പാറണ്ടായിട്ട് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. കാടൽ ഞണ്ടിൻ്റെ ഒക്കെ വലിപ്പമുണ്ടല്ലേ ഇവിടെ ഉണ്ടോ? നല്ല സൈസ് ഇതാണ്. നീക്കിടാ ഇതാ വെള്ളം എത്ര നിൽക്കുള്ളൂ അല്ലേ? വെള്ളം അങ്ങനെ കുറച്ച് കമ്മിയാവുള്ളൂ. കരുതലേ അവിടെ കല്ലാങ്കാരിയോ? അയ്യോ നെക്സ്റ്റ് കല്ലാങ്കാരിനെ കിട്ടിട്ടോ. ശരി ചാടും ഇല്ലല്ല കേട്ടോ. നല്ല മീനുണ്ടോ അവിടെ? കേട്ടോ കല്ലാങ്കാരി. അത് ഇതെന്താ ശിവ നിങ്ങൾ പറയല്? കരിയോ? കല്ലുന്തി. ആ ഓ എന്താ വേറെ വേറെ മീനുകളാ? അങ്ങനെ ഉണ്ടോ? ഇതിനൊക്കെ ഇടുക. നീ അവനെ പിടിക്കണത് അവനക്ക് അങ്ങനെ? ആഹാ വെള്ളം ഫുള്ളായിട്ട് നിൽക്കില്ല കേട്ടോ. ഒരു ഉറവായിട്ടാണ് തോന്നണം. വന്നിട്ടേ നിൽക്കുന്നുണ്ട്. ഒരു മത്സരിച്ച് മീൻ പിടിക്കുകയാണ്. ആരെ പിടിക്കണ്? ഓൽക്കാൻ മീൻ. അങ്ങനെയാണ്. എനിക്ക് കിട്ടിയടാ? കിട്ടിയോ? ഇല്ല എനിക്കൊന്നും കിട്ടിയില്ല. നമ്മളെ ചെറുക്കനൊരു മീൻ കിട്ടിട്ടോ. എന്ത് മീനാണത്? ആ പാരലാ തോന്നുന്നു. നോക്കട്ടെ. കരുതലേ അത്യാവശ്യം ഉണ്ടല്ലേ? കിട്ടോളൂ. അടിച്ചാണ്ടല്ലേ സാധനം. ആ പൊടിക്കുമ്പോൾ നോക്കി പിടിക്കണല്ലേ? കിട്ടിയോ? അടിപൊളി സാധനം. കുട്ടി ഉണ്ടല്ലോ അല്ലേ? ഇല്ല. പാമ്പ് പാമ്പ് ഇതാ അവിടെ മണ്ടിക്കട്ടോ. നീർക്കോലിയാണല്ലേ? കാണണ്ടേ നടക്കണം. ഇങ്ങോട്ട് വരും. ഒരു കൈയിടാൻ മീൻ അതാ പേടി. ഒരു കിട്ടുന്ന മൊത്തം രണ്ടെണ്ണം. അതാ അടുത്ത ഉണ്ടോ? ഫുള്ള് നെണ്ടാണ്. പാറനെണ്ടിൻ്റെ കളിയാണ്. മീനില്ലാതെ കിട്ടുന്നത് നെണ്ടാണ്. ഞാനെന്തായാലും തപ്പിയോട്ടെ. ഞണ്ട് കടിച്ചാണോ എന്നാ വിഷ്ണു അത് പൊടി. ഞാനും തപ്പിയോട്ടെ. നമ്മൾ കൈയിട്ട ഒരു മീനെങ്കിലും പിടിക്കാണ്ടിരിക്കില്ല. എന്നാ ചെറിയ മീനുണ്ടോ? എന്നാ ചെറുതാണ്.
അത്യാവശ്യം ഉണ്ട് കേട്ടോ. കല്ലങ്കാരി കൂടുതൽ പാറനണ്ടുകളാണ്. ഇതൊരു ടീമുണ്ട്. നിങ്ങളുടെ ഇവിടെ അവിടെ മൂപ്പരുത് ഇവിടെ കരുതല, കല്ലാങ്കാരി, പിന്നെ നണ്ട്, പിന്നെ കുറച്ച് ചെറിയ മീനുകൾ. ആ കുഴങ്ങിട്ടോ. കുറേ നേരത്തെ പല പരിപാടിയാണ്. എന്നാലും കുഴപ്പമില്ലാത്ത മീനെ കിട്ടി. അത്യാവശ്യം കുറേ കല്ലാങ്കാരി നണ്ട്. പിന്നെ മഴക്കാലം കൊണ്ട് തീരെ വെള്ളം നിന്നില്ല. ഇതിൻ്റെ മേലെ കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു. ഇനിയിപ്പോൾ കുറച്ച് മഴക്ക് നിന്ന് വേനലാകുമ്പോൾ ഒരു തന്നെക്കാരും പരിപാടി നമ്മൾ പോലെ കൂടുതലുണ്ടാവും. ആ മീനൊന്നും ശരിക്കും കിട്ടിയില്ല, വെള്ളം കൂടിയിട്ട്. ആ കമ്മിയാണല്ലേ? കമ്മിയാണ്. വെള്ളം 2-3 ദിവസം മഴ പെയ്തല്ലോ, അതിൻ്റെ വെള്ളമാണ്. നമ്മൾ മീൻപിടുത്തൊക്കെ കഴിഞ്ഞ് നമ്മൾ പെരയിൽ പോകണ്ട. ഓല വീട്ടിൽ പോകാം. ഞാൻ പെരയിൽ പോയിട്ട് കുറച്ച് ചോറൊക്കെ തിന്നിട്ട് ഒരു വൈകുന്നേരത്താണത് ഉണ്ടാക്കുള്ളൂ, രാത്രിക്കൊക്കെയുള്ള ഭക്ഷണം. ഞാൻ വൈകുന്നേരം പോയിട്ട് ഓല രീതിയിൽ ഉണ്ടാക്കുന്നതും എല്ലാം കാണിച്ചു തരാം. നമ്മളവിടുന്ന് പിടിച്ച മീൻ വെച്ചുകൊണ്ട് കേട്ടോ. നമുക്ക് ഓല എങ്ങനെ വെക്കണമെന്നൊക്കെ നോക്കി നോക്കാം. എന്ത് കാട്ടിപ്പോ ഉള്ളി ഇട്ടോ കറി വെക്കണേ? വെള്ളം മാതിരി. ആ മറ്റുള്ള മീൻ ഓല് കൊണ്ടുപോയില്ലേ? അവരിത് കൊണ്ടുപോയി. അവർക്ക് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. കുളിച്ചിട്ട് വാ. അപ്പൊ നമ്മുടെ പെസൽ ഉണ്ടാക്കി വെക്കട്ടോ. അയച്ചിട്ട് ഇങ്ങനത്തെ തുണിയിലിട്ട് എന്നിട്ട് അയച്ചിട്ട് സൂപ്പ് വെച്ച് കുടിക്കുക. നല്ല എരിവിടും, ചീര പറങ്ങി കെട്ടിട്ട് തൊണ്ടവേനൊക്കെ പോവും. അപ്പൊ 6 പോലും മേലല്ലേ വേറെ ഒരാൾക്ക് കൊടുത്തെന്ന് പറഞ്ഞു. അവൾക്ക് സൂപ്പ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മളത് കുറച്ച് മീൻ മാത്രമേ വെക്കണം. അപ്പോൾ വെള്ളം ഒഴിച്ചിക്കണോ? ഉള്ളിയും തക്കാളിയും എന്തൊക്കെ ഇട്ടേക്ക്? തക്കാളി മാത്രം, ഉപ്പിടണം, മഞ്ഞപ്പൊടി ഇടണം. പുളിയിടും. ഇനി പുളിയൊക്കെ ഇടുമോ? അത് നമ്മൾ ഉണ്ടാക്കണ പോലൊന്നും അല്ല കേട്ടോ ഉണ്ടാക്കുക, വേറൊരു ടൈപ്പിലാണ്. ആദ്യം വെള്ളം പറന്നേക്ക് ഉള്ളി തക്കാളി ഒക്കെ തിളച്ചതിന് ശേഷം മസാലകളൊക്കെ ഇടണം. വല്ല കിച്ചൺ കണ്ടോ അടുക്കള? ഇതെന്താ വറക്ക് തൂക്കിയിട്ടിക്കണ്? ഉണങ്ങാൻ വേണ്ടിട്ട് നല്ല ഐഡിയ ആണല്ലോ. ദിവസം അങ്ങനെ വെക്കുവോ? നാളേക്കില്ലേ എന്ന് വെക്കും? നല്ല ഐഡിയ കേട്ടത്. ഇതുണ്ടോ, നാളെ കത്തിക്കാനുള്ളത് അടുപ്പിന്റെ മേലെ തൂക്കിയിടും. ഇത് ഇനി നാളെ ഉപയോഗിക്കും. നാളെ ഇത് ഉപയോഗിക്കുമ്പോൾ പുതിയ വറക്ക് കൊണ്ടുവന്നിട്ട് അവിടെ വെക്കും. എന്താ ചെയ്യും, അടുപ്പിന്റെ ചൂട് കൊണ്ട് തന്നെ അത് ഉണങ്ങുമല്ലോ. മസാല ഒക്കെ ഇട്ടിട്ട് ചമ്മന്തി പാത്രം നോക്കട്ടെ. ഇതെന്താ? ചമ്മന്തി അരക്കാന്. ചമ്മന്തി ഇതിൽ അരച്ചിട്ട് ഇതിൽ ഞങ്ങള് കഞ്ഞി കുടിക്കല്? അരക്കാൻ മാത്രം ഒരു പാത്രം കണ്ടോ? ചമ്മന്തി അരക്കുന്ന പാത്രമാണല്ലോ. ഇതിലിട്ട് ചതക്കുവോ? ഇത് നിങ്ങൾ മിക്സിനെ കാട്ടി ഏറ്റവും വലിയ ടേസ്റ്റ് ഉണ്ടാവും ഇതില്. ഞങ്ങൾ ഇതിലൊക്കെയാണ് ചമ്മന്തി അരച്ചിട്ട് അങ്ങോട്ടൊക്കെ പോകുമ്പോൾ എടുത്തിട്ട് പോകണം. ഇവിടെ പെണ്ണുങ്ങൾ ഉണ്ടാക്കൂല? പെണ്ണടൊക്കെ ഉണ്ടാക്കും, കറിയും കൂട്ടാനൊക്കെ ഒക്കെ ഉണ്ടാക്കും. നിങ്ങളും ഉണ്ടാക്കും?
അവിടെ വരുമ്പോൾ ഒക്കെ കാണല് ആണുങ്ങളും ഉണ്ടാക്കും പെണ്ണുങ്ങളും ഉണ്ടാക്കും. എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടാണ് അതിൽ ചോറും കറിയൊക്കെ അധികം ഉണ്ടാക്കൽ. ഇപ്പോൾ കറണ്ടൊക്കെ ഉണ്ട്, അതൊന്ന് പെര കെട്ടണം, പെര കെട്ടിട്ട് വേണം അയക്കാക്കാനല്ലേ. ഞങ്ങളെ മിക്സി ഒക്കെ ഉണ്ട്, എന്നാലും ഞങ്ങൾ അതിലൊന്നും ആയിരിക്കില്ല, ഞങ്ങൾ ഇതിലായിരിക്കുള്ളൂ. അവിടെ ഞാൻ അള്ളൂർ പോയപ്പോൾ അവിടുത്തെ വല്യമ്മ പറഞ്ഞേ ഓൽക്ക് പുതിയ വീട് ഇപ്പോൾ വെക്കണ്ടല്ലോ, ഓല അത് വെച്ചാലും ഇതിലിപ്പോ ഒന്നും വേണ്ട, ഒരു നെണ്ടിട്ട് ചായച്ചാല് തിന്നോക്ക്, അതോട്ട് ടേസ്റ്റ് വേറെയാ അല്ലേ. ഓല് ഇതേപോലെ തന്നെ ഓല് പറഞ്ഞത് പുതിയ വീട് വാർപ്പ് വീട് ഉണ്ടെങ്കിലും ഓല് പഴയ വീട് ഓല് പൊളിച്ച് കളയില്ല, അത് ഓല് അയിത്തന്നെ എടുക്കുന്നു, അത് ഉപയോഗിക്കുന്നു. ഇതിന്റെ കാര്യം സുഖം ഇങ്ങനത്തെ അത് ശരിയാ, ഇത് കടന്നവർക്ക് അറിയുള്ളൂ. ഇതിന്റെ ചാറിന് മുളക് ചാറിനാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കഴുകി അതൊക്കെ ഒഴിക്കുന്നത്. എന്താ ആണ്ടി ഇതിൽ കുറെ വെള്ളം വെച്ചാൽ ഇതിന് ടേസ്റ്റ് കൂടുള്ളൂ. നമ്മളെ മറ്റേ പച്ചമീൻ വറക്കണ മാതിരി ഒന്നല്ല, ഇത് നല്ല വെള്ളം ഉണ്ടായാല് അത് ചോറ് കുടിക്കാൻ തന്നെ ഒരു എത്ര വരെ ചളി ഉണ്ടായാലും എന്തുണ്ടായും പോവും. ചളി എന്ന് പറഞ്ഞ ജലദോഷത്തിനല്ലേ, ജലദോഷത്തിനുണ്ടാവില്ല ചളി എന്ന് പറയുന്നത്. ചെക്കന്മാരെ മാത്രം പോയാൽ മതി. ഈ ഉണ്ടോ കൂട്ടാ, നീ വല വേണം എടുത്തോ, ബല ഉണ്ട് നമ്മളുണ്ട്, തണ്ടാടി ഉണ്ട്. അവിടെ ഇനി ബല കൂടെ ഒരു ദിവസം നൂൽപ്പുഴ പോകണ്ട, കുറച്ച് മഴ കമ്മിയാട്ടെ, കുറച്ച് വെള്ളം വറ്റിട്ട് നൂൽപ്പുഴക്ക് ഒരു ദിവസം നമുക്ക് പിന്നെ പാത്രം കടത്തിൽ പോകും ചോറൊക്കെ വെക്കാൻ, അത് നമുക്ക് പാട്ട കഴിഞ്ഞ് നടക്കാം. അവിടെ വലിയ ബന്ധുക്കൾ അവിടെ ഉണ്ട്, മറ്റേ ചപ്പൊക്കെ ഉണ്ടല്ലോ, മറ്റേ പോയത്തുണ്ട് വരുമ്പൊക്കെ ഉണ്ടാവല്ലോ മറ്റേ ചപ്പ്, അതൊക്കെ നമ്മൾ ഒരു അടിപൊളിയായിട്ടൊരു ദിവസം അവിടെ നിന്ന് മീൻ പിടിച്ച് ഇതിലേറെ സൂപ്പറായിട്ടൊരു വീഡിയോ ചെയ്യും. ചെറിയ മീനുണ്ടല്ലോ പരല്, മത്തന്റെ എല്ലാം എടുക്കാം, ചുട്ടിട്ട് ഉപ്പും മുളകും എല്ലാ പൊടി ഇടുക, എന്നിട്ട് അങ്ങോട്ട് തീ കൊണ്ട് വന്നിട്ട് ചൂടണല്ലേ ഉള്ളിലാണ്ട് പൊത്തിയാൽ മതി, അതിന്റെ ആവിക്കാണ്ട് വന്നിട്ട് തിന്നോക്കി ഒന്ന് അടിപൊളി ടേസ്റ്റ്. അമ്മ പച്ചമീനൊക്കെ എന്തിനാ പറ്റും, അത്രയും ഉസറാവും. പിന്നെ ഇവിടുന്നാണ് വെച്ചിട്ടാണ് നായ്ക്കുട്ടിനെ കൊണ്ടുപോയി, ചെറുത് നായ്ക്കുട്ടിനെ എന്ത് പുലി ആനനെ പിന്നെയും കുഴപ്പമില്ല, പുലിനെ കൊണ്ടാണ് നമുക്ക് ഇത് അതായത് കാണുമെന്ന് വെച്ചത്, ഇതൊരു ആന നമുക്ക് കാണാൻ പറ്റും. സെറ്റപ്പ് ആയിട്ട് പരിപാടി കഴിഞ്ഞോ? അടിപൊളി സെറ്റപ്പ് അല്ലേ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. മീൻ തിന്നോക്ക്. ഓക്കെ കുട്ടാ, ഇതാ സംഭവം റെഡി ആയി. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം, നല്ല ടേസ്റ്റ് നോക്കിയിട്ട് നമ്മൾ ഇനി അങ്ങനെ പോവും. ചെറുതാ എനിക്ക് പറ, നമുക്ക് ടേസ്റ്റ് ഇല്ല കേട്ടോ, തിന്നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. വെന്തു സെറ്റപ്പായി, നീര് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് കല്ലാങ്കാരിയാണ്, കല്ലാങ്കാരി ഉള്ളത്.
അയ്യോ മതി. നമുക്ക് നിങ്ങളെ ഇവിടുത്തെ ഫംഗ്ഷന് കാര്യങ്ങളൊക്കെ അല്ലേ? ആ അപ്പോൾ ഞങ്ങൾ നീ വന്നാൽ മതി ഇങ്ങോട്ട്. എന്തായാലും ഞങ്ങളെ ഫംഗ്ഷനൊക്കെ ആകുമ്പോൾ എന്തായാലും ഒറ്റമ്പുളിയൊക്കെ ഉണ്ട്. എന്താണെന്ന് അറിയാം, ഈ ചെണ്ടടിക്കൊണ്ട്. അപ്പം അങ്ങനെ വന്നാൽ മതി. ഇത് ഇറക്കി വെച്ചോട്ടോ. മതിയോ? മതി. നമ്മൾ സൂപ്പറായിട്ടുണ്ട്. നമ്മൾ ഈ മറ്റേ മീൻ വെച്ചാൽ ഈ ഒരു ടേസ്റ്റ് കിട്ടൂല. ഞാൻ പോട്ടെന്നാലേ തിങ്കളാഴ്ച പോവാ. വേറെ വെള്ളം എവിടെ തിങ്കളാഴ്ച എരിവുണ്ടാവും. അമ്മതൊക്കെ എരിവ് പോകണം കേട്ടോ. നിങ്ങൾക്ക് എരിവ് പറ്റൂല. നമുക്ക് കുഴപ്പമില്ല. ഇത് അത്യാവശ്യം നോർമൽ എരില്ലേ, പച്ചമുളകിൻ്റെ എരില്ലേ. രസം എന്നാ പോട്ടെ. തിങ്കളാഴ്ച രണ്ടാളെയും അവിടെ കൂട്ടിക്കോ, സൂര്യനെ ഉണ്ടായിക്കോട്ടെ. നമ്മളെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കാം കേട്ടോ. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റിൽ പറയണേ. മാക്സിമം എല്ലാവർക്കും ഷെയറാക്കി കൊടുക്കും വേണം. നമുക്ക് വേറൊരു ദിവസം വേറെ ഇതേപോലെ ഒരു നല്ല വെറൈറ്റി വീഡിയോ ആയിട്ട് കാണാം.